ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് 99 പോർട്ടലാണ്. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഭാഗ്യങ്ങളാണ്, എന്ത് സന്തോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു എനർജിയിൽ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ ഇതാണ്, ടോർട്ടോയ്സ് ആണ്. കണ്ടോ? കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലേ? ഇവിടെ സെക്കൻഡ് പൈൽ ഇതാണ്, ശിവലിംഗമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് സെക്കൻഡ്, ഇത് ഫസ്റ്റ്. കണ്ടോ? കാണാമല്ലോ അല്ലേ? സെലക്ട് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ്. ഇനി അഥവാ ഇതല്ല എങ്കിൽ 1, 2 എന്നീ നമ്പറുകളും ഉപയോഗിക്കാവുന്നതാണ്. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായി ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. ഇന്ന് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ എനർജി എന്തൊക്കെയാണ് എന്ന് നോക്കാം. എന്തൊക്കെ ഭാഗ്യങ്ങളാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിരിക്കുന്നത്. വളരെ സന്തോഷകരമായ എനർജിയാണിത്. പ്രോസ്പെറിറ്റി ബിഗിൻസ്. Triumph, trapped in fear, destiny. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ്. ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഫൈവ് ഓഫ് പെന്റക്കിൾസ്. Ten of Wands. The Devil. The World. Seven of Wands. The Wheel of Fortune. Queen of Cups. Queen of Pentacles. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. പലരും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണെന്ന് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളിൽ നിന്നും ആരെങ്കിലും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ആവാൻ വേണ്ടി വേറെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത്
റിജോയ്സ് ഇൻ സെലിബ്രേഷനാണ് പലരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിരിക്കുന്നത്. പലർക്കും അർഹതയ്ക്കുള്ള അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. നല്ല ജോലി ചെയ്ത് അതിൽ ഒരുപാട് വർക്കഹോളിക്കായിട്ട് ഇരുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അവർക്ക് ഇതുവരെയും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ടൊരു നീക്കുപോക്കില്ല, മുന്നോട്ട് എനിക്കൊരു പ്രശസ്തി തരുന്നില്ല, ഞാൻ അർഹിക്കുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ എനിക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനക്കയറ്റം ഞാൻ വിചാരിച്ചതാണ് എനിക്കത് വരുമെന്ന്, പക്ഷേ അതൊന്നും എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സുരുകി വിഷമിച്ച ഒരു സന്ദർഭം ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇവിടെ 3 എന്നുള്ള നമ്പറാണ് വന്നിരിക്കുന്നത്. അതായത് നവഗ്രഹങ്ങളിൽ വ്യാഴാനുഗ്രഹം ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങൾക്ക് മറ്റുള്ളവർ അംഗീകാരം തരാനുമുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാം. മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. പ്രോസ്പെറിറ്റി ആൻഡ് ബിഗിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ബിഗിനിങ് ആണ്, പല കാര്യങ്ങൾക്കും ബിഗിനിങ് ആണ്. നിങ്ങൾ ഫാമിലി ഒന്ന് ചേർന്ന് അല്ലെങ്കിൽ ഇവിടെ അകന്നിരുന്നവർ ഒന്ന് ചേർന്നിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. അതാണ് നിങ്ങൾക്കിവിടെ ഒരുപാട് ഐശ്വര്യം തരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. ആ ഒരു പ്രോസ്പെറിറ്റി, ആ ഒരു ഐശ്വര്യത്തിൻ്റെ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ 7 ചക്രാസിൽ 3ാമതായി വരുന്ന ചക്രയാണല്ലോ ഇവിടെ സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് മഞ്ഞ നിറത്തിലുള്ളത്, അത് നിങ്ങളുടെ ഹൃദയത്തിന് ഒരുപാട് സ്നേഹം സമ്മാനിക്കുന്നതാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെയും വരാത്ത ഒരു ഐശ്വര്യം വർധനവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. കൂട്ടുചേർന്ന് നിങ്ങൾ ഫാമിലി ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചുകൊണ്ട് പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അല്ല എങ്കിൽ പിണങ്ങി വേർപിരിഞ്ഞ് നിന്നവർ ഒന്നുകൂടി അടുത്തുകൂടി സന്തോഷകരമായി നല്ല ഒരു ലൈഫിൻ്റെ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന്, കോംപ്രമൈസ് ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ അടുത്തതായി വന്നിരിക്കുന്ന ട്രയംഫാണ്. ട്രയംഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള സക്സസ് ആണ് ഇവിടെ കണ്ടില്ലേ? ട്രാപ്പിളിൻ ഫിയർ ആണ് വന്നിരിക്കുന്നത്. ഈ ട്രാപ്പിളിൻ ഫിയർ എങ്ങനെ വരുന്നതാണ്? നിങ്ങൾക്കിവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കാം. ഇവിടെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ പേടിയിൽ അകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും പൊന്തി വരുന്ന എനർജി പേടിയുടേതാണ്. പേടി അല്ല എങ്കിൽ ഭയം, അല്ല എങ്കിൽ അധമ വികാരങ്ങളാവാം. അധമ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ തങ്ങി നിൽക്കുന്നതായിട്ട് ഇവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത് കുറച്ചു കാലം മാത്രം ഇവിടെ നിലനിൽക്കും. നിങ്ങൾ എന്തിനോ വേണ്ടി അഡിക്റ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ. അത് നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം നിങ്ങൾ തൽക്കാലത്തെ ഒരു എനർജിയിലാണ്. ഇവിടെ ഇരുൾ നിറഞ്ഞ റൂമിൽ ഇരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് പുറത്തോട്ട് നോക്കിയാൽ ഇവിടെ വെളിച്ചമുണ്ട്. വേഗം പെട്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാമെങ്കിൽ വെളിച്ചത്തിലേക്ക് തന്നെ പോകാം. പക്ഷേ നിങ്ങളിവിടെ കണ്ടില്ല 8 എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശനീശ്വരൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായും ഇവിടെ നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത്, സൗഭാഗ്യമാണ് വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. കാരണം എന്താണ്? എന്തിനോ വേണ്ടി ഇവിടെ അഡിക്റ്റാണ്. കണ്ടില്ലേ? ഇവിടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിങ്ങൾ അഡിക്റ്റാണ് ഏതോ ഒരു വിഷയത്തിന് വേണ്ടി. അതിൽ നിന്നും ഉണ്ടാകുന്ന ഭയമാണ് നിങ്ങളെ ഇവിടെ ഭരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? ഒരു കൈ മാത്രമേ ഉള്ളതല്ലേ? എന്തോ അഗാധമായ ചിന്തയിലാണ്, അഗാധമായ വിഷമം അല്ലെങ്കിൽ അഗാധമായ ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഒരു പേടി അനുഭവിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വെളിച്ചം കണ്ടു വരാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷപ്പെടും. കാരണം എന്താണ്? അടുത്തതായിട്ട് ട്രയംഫാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വിജയക്കൊടി നാട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ്
വരുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്കാര്യമാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാവാം. ഇവിടെ നിങ്ങൾ മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്? ഒരു സക്സസ്സിലേക്ക് നീങ്ങുന്ന എനർജിയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ, ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട്, ഇവിടെ പ്രകാശം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രം മതിയാകും. വെറുതെ അനാവശ്യകരമായ ചിന്തകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഡെസ്റ്റിനിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വീണ്ടും പുതിയ തുടക്കം വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, പ്രോസ്പെറിറ്റി ബിഗിൻസ്. ഇവിടെയും തുടക്കമാണ് വരാൻ പോകുന്നത്. ഇവിടെയോ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ എന്താണ്? വിധിയാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്താണ്? വിധിയാണ്. അതായത് നിങ്ങളുടെ കർമ്മദോഷമാണ്, നിങ്ങളുടെ പാസ്റ്റ് കർമ്മനിമിത്തമാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ അകപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ തീരാറാവുമ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും, പുതിയൊരു ലൈഫിലേക്ക്. ഇത് നിങ്ങളുടെ വിധിയാണ് എന്ന് പറയാൻ സാധിക്കും. യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭയത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ഇതുവരെ അനുഭവിച്ചിരുന്ന ഭയത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, അഥവാ വികാരങ്ങളിൽ നിന്നും, നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് തന്നെയാണ് വരാൻ തുടങ്ങുന്നത്. കാരണം ഇവിടെ ഇത് നിങ്ങളുടെ വിധി തന്നെയാണ്, യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് നിങ്ങളിത് അനുഭവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് കൂടെ ചേർന്ന ആൾക്കാരെ നിങ്ങൾക്ക് പങ്കാളിയായിട്ട് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇരുട്ടിൽ നിന്ന് പ്രകാശം കണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു വെളിച്ചം കണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കും. 10 എന്നുള്ള നമ്പറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ 1 ആണ്. 1 തുടക്കമാണ്, സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പല കാര്യങ്ങളും ഒരു നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം അല്ലെങ്കിൽ പ്രയാസം നിറഞ്ഞ ഒരു സൈക്കിൾ എൻഡ് ആവുന്നു, പ്രകാശം നിറഞ്ഞ ഒരു സൈക്കിൾ ബിഗിൻ ചെയ്യുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. കണ്ടില്ലേ, പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണിത്. ഇവിടെ നിന്നും ഹീലാവുന്നു, പല പ്രശ്നങ്ങളിൽ നിന്നും, ട്രാപ്ഡ് ഇൻ ഫിയറിൽ നിന്നും നിങ്ങൾ ഹീലാവുന്നു, ഡെവിൾ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നു. അങ്ങനെ ഹീലായി നിങ്ങൾ പല കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ആക്ഷൻ എടുത്ത് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലതും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവാം, നിങ്ങളുടെ ജോലിക്കാര്യങ്ങൾ അഥവാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും, സാമ്പത്തികപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് തോൽവികൾ സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിളാണ്. ഇവിടെ പറയുന്നത് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നിങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിൽ തന്നെയും വേർപാട് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്. അത് സാമ്പത്തിക നിമിത്തമുള്ള സെപ്പറേഷൻ ആവാം. ആ ഒരു സെപ്പറേഷനിൽ നിന്നും 2 പേർ 2 തരത്തിൽ വേർപിരിയുന്നു. പക്ഷേ ഇവിടെ എന്താണ്? വീണ്ടും പ്രകാശം കാണാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പ്രകാശം കണ്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്. തൽക്കാലത്തെ ഒരു വേർപിരിയൽ മാത്രമാണ്. ഇവിടെ നിന്നും ഈ ഡബിൾ എനർജിയിൽ നിന്നും നിങ്ങൾ ഹീലാവുന്നു. ഹീലായിക്കൊണ്ടാണ് നൈറ്റ് ഓഫ് വാൺസിലേക്ക് വരുന്നത്. വാൺസ് ഫയർ സൈനാണ്, ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഇവിടെ പെൻറ്റക്കിൾ വന്നിരിക്കുന്നത്, പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി. ഇവിടെ വീണ്ടും വാൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ഭാരമേറിയ ഒരു ജോലി, നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയതെല്ലാം ഒരുപാട് ദുഃഖങ്ങളും ഭാരങ്ങളും നിറഞ്ഞതായിരുന്നു. ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം എന്തെന്ന് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. എന്നും നിങ്ങൾ മനോദുഃഖത്തിലാണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ജോലി എൻഡാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടില്ലേ, ഡെസ്റ്റിനി നിങ്ങളുടെ വിധിയാണ് എന്ന് പറയുന്നത്. ഇവിടെയും സ്റ്റാർട്ടിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ്, ഇവിടെ ഐശ്വര്യം വർദ്ധിച്ച് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ 10 ഓഫ് വാൺസ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒന്ന് എൻഡ് ആവുകയായിരിക്കാം, അല്ലെങ്കിൽ കാർമിക് റിലേഷൻഷിപ്പ് അത് വളരെയധികം ടോക്സിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി അവിടെ നിങ്ങൾക്ക് അത് എൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതുപോലെ തന്നെ ഡബിൾ എനർജി, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അഡിക്ഷൻസ് വന്നിട്ടുണ്ടാവാം, നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കിയിട്ട് നിങ്ങളിവിടെ രക്ഷപ്പെടുന്നു, പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. കാരണം ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ല എങ്കിൽ റിലേഷൻഷിപ്പ് അല്ല, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, ചിലപ്പോൾ കരിയർ സംബന്ധമായ പ്രശ്നങ്ങളിലാവാം.
അവിടെ നിങ്ങൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോവുകയാണ്. ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾ തീർത്ത് വെച്ചിട്ട് മറ്റൊന്ന് ഏറ്റെടുക്കുന്ന ഒരു ജോലിയും ആവാം. അതല്ല എങ്കിൽ ഏതെങ്കിലും പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾ നീങ്ങുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഏറ്റെടുത്തിരുന്നത് ഒരു ഭാരമേറിയ ജോലിയായിരുന്നു. അതിനെ നിങ്ങൾ താഴെ വെച്ചിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ദ വേൾഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻസ് പറയുന്നത് എന്താണ്? ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന എനർജിയാണ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ ചുറ്റിനും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ, കരിയർ സംബന്ധം, ജോബ്, ഫിനാൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇവിടെ നിന്നുമൊക്കെ നിങ്ങൾ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് എനർജി തിങ്ങി നിറച്ച് വച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം, രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ അതിനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളിവിടെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. കാരണം ഇവിടെ വേൾഡാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് എന്താണ്? വേൾഡ് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആണ് വന്നിരിക്കുന്നത്. പോയ കാലത്തേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കും, പക്ഷേ വീണ്ടും മുന്നോട്ട് വരാനുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ എനർജി കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. മറു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനും ആവാം. എന്തായാലും ഇവിടെ വിവാഹം നോക്കിയിരുന്നവരുടെ വിവാഹം നടക്കുന്ന വിദേശ രാജ്യങ്ങളുമായിട്ട് ഉള്ള കണക്ഷനാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ വീണ്ടും പോകുന്നതായിട്ട് കാണുന്നു. ഒരു ലൈഫ് ഇവിടെ എൻഡ് ആവുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ലൈഫ് ഇവിടെ എൻഡായിട്ട് ഇവിടെ നിങ്ങൾ പുതിയതായിട്ടൊരു ലൈഫിലേക്ക് പോകുന്നതാണ്. അത് ഏത് നാട്ടിലേക്കായാലും നിങ്ങൾക്ക് അവിടെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ച വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ അബണ്ടൻ്റ് ആകുന്നു, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കുടുംബസഹിതം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ടും അവിടെ ഉല്ലാസപൂർവ്വം ജീവിതം നയിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് വിധി മറിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, ജോബ്, കരിയർ, ഏത് കാര്യത്തിലായാലും നിങ്ങളിലേക്ക് നല്ല ഒരു ചേഞ്ചാണ് വരാൻ തുടങ്ങുന്നത്. സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകാൻ തുടങ്ങുന്നത്. നിങ്ങൾ പോലും വിചാരിച്ചിരിക്കാതെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരാൻ തുടങ്ങുന്നത്. അത്രമാത്രം പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ തന്നെയും കൈ നിറച്ച് സാമ്പത്തികം ഏൺ ചെയ്യാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് ഈ വീഡിയോ കാണുന്നവർ കൂടുതലായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പേർ ഗവൺമെൻറ് ജോബുള്ളവരാവാം, അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള സ്വയം തൊഴിൽ ഏർപ്പെട്ടിട്ട് നിങ്ങൾ മണി ഏൺ ചെയ്ത് കുടുംബത്തെ നല്ല വിധത്തിലുള്ള സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സമൃദ്ധിയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? പ്രോസ്പെറിറ്റി, ഇവിടെ പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അതുവഴി സാമ്പത്തികം കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജി ഇവിടെ. അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് ആണ് സ്നേഹപരം. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് നടത്തിയിരിക്കുന്നത്. അതായത് പിരിഞ്ഞുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതുവഴി നിങ്ങൾക്കൊരു മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള കഴിവ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ തന്നെ നിർത്തിവെച്ചിരിക്കുന്ന റിലേഷൻഷിപ്പുകൾ വീണ്ടും തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു. അകന്നു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് വീണ്ടും അടുത്തു വന്നുകൂടുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് എല്ലാം സഫലമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ലിവ് ഇൻ ദിസ് വേൾഡ് ആസ് എ ഡ്രീമർ.
എന്ന് പറഞ്ഞാൽ ഇതാണ്, ലിവ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെ വേണമെന്നാണ്? ഒരു സ്വപ്നദർശിയായിട്ട് വേണം, സ്വപ്നാടനം നടത്തി വേണം ജീവിക്കാൻ. സ്വപ്നാടനം നടത്തുന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങളിലും എന്താണ്, സ്വപ്നങ്ങൾ കാണുക. ഒരു സ്വപ്നജീവിയാവണം എന്ന് പറഞ്ഞാലോ, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു ദേവലോകം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അത്രമാത്രം സന്തോഷകരമായ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ്. ഒരുപാട് കാര്യങ്ങളിൽ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ, അല്ലേ? അപ്പോൾ ഏത് കാര്യത്തിലും എപ്പോഴും ഇങ്ങനെ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്ക് അത് സാധിക്കണം, ഇത് സാധിക്കണം എന്നൊക്കെ ഉള്ള സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെ സഫലമാക്കുന്ന ഒരു എനർജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എ ഡിഫിക്കൾട്ട് പാത്ത് ഈസ് ബീയിങ് റിവീൽഡ്. കണ്ടില്ലേ, നിങ്ങളിലുള്ള ഈ ഡിഫിക്കൾട്ട് പാത്ത്, നിങ്ങളിലുള്ള ഈ പ്രയാസമേറിയ ഒരു പാത ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു. ഇനി ഒരു നല്ല ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകാൻ തുടങ്ങുന്നത്. ഇവിടെ അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രോസ്പെറിറ്റി ബിഗിൻസ് അല്ലേ? അപ്പോൾ ഇവിടെ ഡെസ്റ്റിനി നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ വരികയാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ലേൺ ദാറ്റ് വി ആർ ആൾ കണക്റ്റഡ്. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു പുതുമയിലേക്കും ഉള്ള ജീവിതം തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ടു യു, ദ റിയൽ ഓഫ് യുവർ ട്രൂത്ത് ഈസ് ഓപ്പണിങ് അപ്പ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങളിലുള്ള സ്നേഹത്തിൻ്റെ ശക്തി, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചെടുക്കൂ. നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും ഒരു റൊമാൻറ്റിക് ലൈഫ് ആസ്വദിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളിലുള്ള ഈ റൊമാൻസിനെ, ഈ ഒരു സ്നേഹത്തിനെ എങ്ങനെയായാലും, അത് ഏത് വഴിയിലൂടെ ആയാലും അതിനെ വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി ഒന്നുകൂടി ഇരട്ടിപ്പിച്ചെടുക്കൂ, വർദ്ധിപ്പിച്ചെടുക്കൂ. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ ജീവിതം തുറന്നു വരുന്നതായി കാണാം. നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ആകർഷണം വന്നു ചേരും. മറ്റുള്ളവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണുന്നത്. സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. heartache and loss, intuition, balance, sacrifice, emotional withdrawal. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഡിസ്റപ്ഷനാണ്.
ദ ഹൈ പ്രീസ്റ്റസ്. ഡെത്ത്. Queen of Pentacles. Ten of Wands. The Magician. Ace of Swords. Four of Cups. Two of Pentacles. Eight of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തിനോ വേണ്ടി കാര്യമായ രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങൾക്ക് കയ്യും കാലും കെട്ടിയിട്ട അവസ്ഥ, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നിസ്സഹായമായ ഒരവസ്ഥ, മറ്റുള്ളവരുടെ സഹായം വേണം, ഇല്ലാതെ സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെന്ന് കാണുന്നു. മുന്നോട്ട് നീങ്ങണമെന്നുണ്ട്, പല കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതിനിവിടെ സാധിക്കാത്ത ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഹേർട്ടേക്ക് ആൻഡ് ലോസ് ആണ്, കണ്ടില്ലേ? ഹൃദയമുറിപ്പെട്ട ഒരവസ്ഥ. അത് കാരണം പല വിധത്തിലുള്ള നഷ്ടങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ ചിലപ്പോൾ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം, അല്ല എങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ കഴിയുന്ന, ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലും ആവാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, ഹേർട്ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ അതുവഴി നിങ്ങൾ മുന്നോട്ട് വരുന്നു, മുന്നോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന ഒരു എനർജിയാണ്. കാരണം എന്താണ്, നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു കഴിവ് വന്നത്. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് പ്രപഞ്ചം എന്താണ് എന്നുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നത്. അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്താണ്, എങ്ങനെ അത് ചെയ്യണം, ഇൻഡ്യൂഷൻ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു സമയം കിട്ടിയത് എന്ന് തന്നെയാണ്, അതിനുള്ളൊരു കഴിവ് ലഭിച്ചത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ഉൾവിളികളെ അനുസരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഉൾവിളികളെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് അത്തരം ഒരു സംഭവം കേട്ടിട്ടുള്ളതല്ലാതെ നിങ്ങൾ സ്വയം അറിഞ്ഞിട്ടില്ലായിരിക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഹൃദയപരമായ മുറിവേൽപ്പ്, അതായത് ഹൃദയപരമായ വിഷമങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഒക്കെയും ഒരുപാട് മുറിവേറ്റ ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലൂടെ വന്നിട്ടുണ്ടാവണം, സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതുവഴിയാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള കഴിവ് ലഭിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത്. അതുവഴിയാണ് നിങ്ങൾക്ക് ഉൾവിളികളെ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതായത് ഒരുപാട് പേർ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ബാലൻസ് ചെയ്ത് പോവുക എന്നാൽ എന്താണ്, നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ആ ജോലിയിലൊരു പ്രൊമോഷൻ അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിനാൻസ് പരമായ പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവണം. അവിടെയാണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെ ലഭിക്കുന്നത്. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ജീവിതം ഒരുപോലെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നെ വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ ഭാഗ്യ ദിവസങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള ഓറ കണ്ടില്ലേ, ഇവിടെ ഈ ഓറയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനും മനഃശാന്തി ലഭിക്കുന്നതുമായ ഒരവസ്ഥയാണ്
കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള കാര്യങ്ങളിലും ഉണ്ടാവുന്നതാണ്. ഏതൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങളിപ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി ചില ജോലി കാര്യങ്ങളിൽ ശ്രമിക്കുന്നുണ്ടാവാം, ആ ഒരു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് ആവേശത്തോടുകൂടി നിങ്ങൾ ഫിനാൻസ് പരമായ പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾക്ക് ലാഭം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ സ്നേഹം, നിങ്ങളുടെ പങ്കാളിയോടുള്ള സ്നേഹത്തെ അങ്ങോട്ട് കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തെ ഇങ്ങോട്ട് വാങ്ങാനും അവിടെ ഒരു ബാലൻസ് നടത്താനും നിങ്ങൾക്കൊരു കഴിവ് വന്നിരിക്കുന്നു. അത് പിന്നീട് അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബുദ്ധിപരമായ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ച വരാൻ തുടങ്ങുന്നു. അവിടെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അങ്ങനെ ഏത് കാര്യത്തിൽ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് സമതുലിതമായ ഒരു അവസ്ഥയിലൂടെ, സന്തുലിതമായ ഒരു അവസ്ഥയിലൂടെ, ഒന്നിനും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇനി അധികം താമസം വേണ്ട. കാരണം 11 എന്നുള്ള നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 11 എന്നുള്ള നമ്പർ 11 നിങ്ങൾ ഒരുപാട് പേർ കാണുന്നുണ്ടായിരിക്കാം. അത് ഏഞ്ചലിൻ്റെ നമ്പറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്പർ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാറ്റത്തിൻ്റെ തുടക്കമാണ്. മാറ്റം വന്നിട്ടില്ല, മാറ്റത്തിൻ്റെ തുടക്കം. അവിടെ നിന്ന് നിങ്ങൾ പല ദിവസങ്ങളിലും കുറേ കാലം നിങ്ങളെ അടുപ്പിച്ചടുപ്പിച്ച് ഇത്തരത്തിലുള്ള നമ്പറുകൾ കാണുന്നതോടുകൂടി നിങ്ങളിലേക്ക് ആ ഒരു അനുഗ്രഹം വന്നു ചേരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സാക്രിഫൈസാണ്. ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ത്യാഗം ചെയ്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ്. ഇവിടെ ഇമോഷണൽ വിത്ഡ്രോവൽ കണ്ടില്ലേ? അതായത് പല സ്നേഹപരമായ കാര്യങ്ങൾ, ഹൃദയപരമായ ചില അവസ്ഥകളിൽ നിന്നും ഇവിടെ എന്താണ് പിന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒരു മോചനം വേണം, മോചനം തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ഇവിടെ സാക്രിഫൈസ് ചെയ്താൽ മാത്രം നല്ല വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ത്യാഗം ചെയ്യണം. ഏത് കാര്യത്തിനും ത്യാഗ മനോഭാവം അത്യാവശ്യമാണ്. ഈ ത്യാഗ മനോഭാവം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സന്തോഷത്തെ ത്യജിച്ചിട്ട് മറ്റൊരു അതിലും വലിയ സന്തോഷത്തെ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അതുപോലെ ഈ ലൈഫ് ബാലൻസിലേക്ക് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സാക്രിഫൈസ് ചെയ്ത ജീവിതം എന്താണ്, പ്രകാശം നിറഞ്ഞതാക്കണം. റെയിൻബോ ഇവിടെ കണ്ടില്ലേ? ഈ ഒരു റെയിൻബോയിലേക്ക് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും ജീവിതത്തിൻ്റെ മറവിൽ ഉള്ള മഴവില്ല് കാണാൻ തുടങ്ങും. അപ്പോഴേക്ക് നിങ്ങളുടെ ജീവിതം ത്യാഗനിർഭരമായ ആ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ്, സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വരികയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അതിന് തക്കതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. മുന്നോട്ടുള്ള ജീവിതം വളരെയധികം സന്തോഷത്തിലൂടെ ആയിരിക്കും എന്നാണ് ഇവിടെ മജീഷ്യൻ്റെ എനർജി വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ദൈവികമായ ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹം വന്നതോടുകൂടി ഒരുപാട് പേരെ അറിയാനുള്ള കഴിവ് ലഭിച്ചിരിക്കുന്നു. ഒരുപാട് പേരെ അറിയുക എന്ന് പറയുമ്പോൾ എന്താണ്, നല്ല ആൾക്കാരേതാണ്, മോശം ആൾക്കാരേതാണ്, അതായത് നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, പോസിറ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവർ, അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുന്ന എനർജിയുമാണ്. സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുമ്പോൾ മാത്രമാണല്ലോ ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായി നെഗറ്റീവായിട്ടുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുള്ളൂ. അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ലതേത് മോശമേതെന്ന് അറിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും വരാതെ മുന്നോട്ട് മറ്റുള്ളവരെ നല്ല രീതിയിൽ നല്ല സന്തോഷകരമായ ലൈഫിലേക്ക് നയിക്കാനുമുള്ള ഒരു എനർജി ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഡെത്താണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കാം. അവിടെ ഒന്നും നല്ലൊരു മാറ്റത്തിലേക്കാണ്, ഒരു പുനർജന്മത്തിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് ലൈഫിൽ വരാൻ പോകുന്നത്. കാരണം എന്താണ്, നല്ലൊരു മാറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ മാറ്റം കണ്ടില്ല? ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിളാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ആ മാറ്റം നിങ്ങൾക്ക് ഫിനാൻസ് പരമായ കാര്യങ്ങളുടെ ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പലരും ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. കണ്ടില്ലേ? 8 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും മരിച്ചു പോയിട്ടുണ്ടാവാം, ഡിവോഴ്സ് നടന്നിട്ടുണ്ട്, ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന, ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിരുന്ന പല വ്യക്തികളും നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം.
എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൂടാതെ അവർ ദൂരേക്ക് പോയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചിലരൊക്കെ സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടിയാവാം, അല്ല എങ്കിൽ ചിലരൊക്കെ ഇവിടെ പുനർജന്മത്തിലേക്ക് പോയിരിക്കുന്നു, വീണ്ടും ഒരു ജന്മം എടുത്ത് വരാൻ വേണ്ടി പോയിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ നല്ലൊരു ട്രാൻസ്ഫർമേഷൻ, നിങ്ങളുടെ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഒരു മാറ്റം തന്നെയുമല്ല, തീർച്ചയായിട്ടും ഒരു രൂപാന്തരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ, നിങ്ങളുടെ ആകാരഭംഗിയിൽ ഒക്കെയും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതചര്യകളിൽ, ജീവിത രീതികൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് വീണ്ടും കാണാൻ സാധിക്കുന്നു. വീട്ടിലിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഭൂമി സംബന്ധമായ പല കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് വഴിയുള്ള കാര്യങ്ങളിൽ, എങ്ങനെയായാലും നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെയും ധാരാളമായി സാമ്പത്തികം നേടുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. പലരും അതുപോലെ പുതിയ ലൈഫിലേക്ക് പോകുന്ന എനർജിയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ 10 ഓഫ് വാൻഡ്സ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. പെൻഡക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വന്നിരിക്കുന്നത് വാൻസ് ആണ്, വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അതുപോലെ തന്നെ ഇവിടെ മജീഷ്യൻ്റെ എനർജിയിൽ എല്ലാ വിധത്തിലുള്ള എനർജിയും ഉണ്ട്. വാൻസ് എനർജി ഉണ്ട്, ഫയർ എനർജി ഉണ്ട്, അതുപോലെ കപ്പ് എനർജി ഉണ്ട്. എല്ലാ വിധത്തിലുമുള്ള എനർജീസ് ഇവിടെ പറയുന്നുണ്ട്. മജീഷ്യൻ്റെ എനർജി, ഇവിടെ മജീഷ്യൻ്റെ എനർജി കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം. ഇവിടെയും അത് തന്നെയാണ്. 10 ഓഫ് വാൻഡ്സ് പറയുന്നത് അത് തന്നെയാണ്. ഭാരമേറിയ ഒരു ജോലി നിങ്ങൾ താഴെ വയ്ക്കാൻ പോകുന്നു, അവിടെ നിന്നും പുതിയൊരു ലൈഫിലേക്ക് വരികയാണ്. കാണാതിരുന്ന പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നു. സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വരികയാണ്, പുതിയതായി വരാം. അല്ല എങ്കിൽ വിട്ടു പിരിഞ്ഞു പോയവർ ഇവിടെ റീയൂണിയൻ സംഭവിക്കാം, അതും ഇവിടെ കാണാൻ സാധിക്കുന്നു. നിഷ്കളങ്കമായ ഒരുപാട് സ്നേഹം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾ തുടക്കം കുറിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഭാരമേറിയ ജോലി താഴെ വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൈക്കിൾ എൻഡ് ആവുന്നു, എന്നിട്ട് പുതിയതായിട്ട് നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ജീവിതം, എൻഡാക്കുന്ന ജീവിതം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ്, പേരും പ്രശസ്തിയും നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ്, സാമ്പത്തികം നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ്, സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ്. അങ്ങനെ പലതരത്തിലും നിങ്ങൾ സമൃദ്ധിയിലേക്ക് വരുന്ന, ഐശ്വര്യത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മജീഷ്യനെ പോലെ പേരെടുക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏത് വിധത്തിലും നിങ്ങൾക്ക് സമൃദ്ധി, ഐശ്വര്യം ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ബുദ്ധിപരമായ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങളൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നുണ്ടാവാം. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, ക്വേറിയസ് എനർജി. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. എന്തായാലും ഒരു പുതിയ തുടക്കമാണ് ഇവിടെ, ഒരു പുതിയ യാത്രയാണ് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. പലതും നിങ്ങൾ ചിന്തിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പലതും നിങ്ങൾ തുടക്കം കുറിക്കാം, പക്ഷേ നിങ്ങൾക്കതിനൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു സമയത്ത് അതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ലൈഫിലേക്കാണ് പോകാൻ സാധിക്കുന്നത്. നിങ്ങളെ അതിലൂടെ അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങളെ ഡിവൈൻ തന്നെ നയിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരുപാട് എനർജി, ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങൾ ജോലി നോക്കിയിരിക്കുന്നു, വിവാഹം നോക്കിയിരിക്കുന്നു, പക്ഷേ ഒരുപാട് ഓപ്ഷൻസും വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് അവിടെ? നിരാശയാണ്. ഒന്നും നിങ്ങൾക്ക് തൃപ്തിയാവാത്ത ഒരവസ്ഥ. എന്തിനാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് വരുന്നത്? എങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് ഈ ഓപ്ഷൻസ് വരുന്നത്, അല്ല എങ്കിൽ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ വേണ്ടതിലേക്ക് ശ്രദ്ധ ചെലുത്തുകയാണ് നല്ലത്. അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കാതെ ആ ഒരു എനർജിയെ കളഞ്ഞിട്ട്, പാസ്റ്റ് ഈസ് പാസ്റ്റ് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, പോയ കാര്യങ്ങൾ പോയി, ഇനി നാളത്തെ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
ഇന്നത്തെ ഇടം സന്തോഷമായിരിക്കുക, അതുതന്നെയാണ് വേണ്ടത്. ഇന്ന് എന്താണോ നിങ്ങളുടെ മുൻപിൽ കാണുന്നത് അതിനെ സന്തോഷപൂർവ്വം സെലക്ട് ചെയ്യുക, അതിനെ നിങ്ങൾ സ്വീകരിച്ച് അതിലൂടെ മുന്നോട്ട് പോവുക, അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായി പല ബുദ്ധിമുട്ടിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇത് തരണം ചെയ്യും. ഇവിടെ നിന്ന് നിങ്ങൾ മറികടന്നിട്ട് നിങ്ങൾക്ക് ക്യൂൻ ഓഫ് പെൻറ്റക്കിളിൻ്റെ അവസ്ഥയിലേക്ക് വരും. കാരണം എന്താണ്? ഇവിടെ ഈ ഒരു പരാജയത്തെ നിങ്ങൾ ഓവർകം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. മജിഷ്യൻ്റെ എനർജിയിലേക്ക് വരാൻ നിങ്ങൾക്ക്, ക്യൂൻ ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയിലേക്ക് വരാൻ നിങ്ങൾക്ക്, ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനൊക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് കമ്മിങ്, സംതിങ് എൻറ്റയർലി ന്യൂ അവേറ്റ്സ് യു. കണ്ടില്ലേ, ഇവിടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സർപ്രൈസ്, ഇവിടെ നിങ്ങളെ കാത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള സാക്രിഫൈസ് ചെയ്തൊരു ലൈഫിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിലേക്ക്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്താണ്? വളരെ അതിശയകരമായ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് എൻ്റെയർ ചെയ്യുന്നതായിട്ടും പറയാം. പ്രവേശിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കൂട്ടാളിയായിട്ട് ആരെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ വന്നു ചേരുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാം. അത്രമാത്രം സന്തോഷകരമായ ഒരു സർപ്രൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്, വരിക തന്നെ ചെയ്യും. എന്താണ് ഈ സർപ്രൈസ് എന്ന് നോക്കിക്കുക. കണ്ടില്ലേ, പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ്, ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ്. ഇതിനെ ഇവിടെ വെൽക്കം ചെയ്യാൻ സമയമായിരിക്കുന്നു. ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പങ്കാളി, നിങ്ങൾക്കൊരു റൊമാൻറ്റിക് ലൈഫ് സമ്മാനിക്കുന്ന ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. അതല്ല എങ്കിൽ വേർപെട്ട് പോയിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി, ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പോയിട്ടുണ്ടാവാം, ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. ആ ഒരു സാഹചര്യമോ ആ ഒരു വ്യക്തിയോ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളതിനെ കണക്റ്റ് ആക്കുക നിങ്ങളുടെ ലൈഫുമായിട്ട്. അപ്പോഴാണ് നിങ്ങൾ പ്രകാശം നിറഞ്ഞ, നിങ്ങൾക്കിവിടെ പ്രകാശം വരുന്നുണ്ട്. ഈ ഒരു പ്രകാശം നിറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സന്തോഷകരമായൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിശയകരമായ ഒരു ഗിഫ്റ്റാണ് ഇവിടെ ദൈവം തരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ ടു കൺഫേം ഈസ് ടു ഡൈ ഇൻസൈഡ്, ബി ബ്രേവ് ആൻഡ് ബി യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സാഹചര്യത്തിനൊത്ത് പെരുമാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. ഇവിടെ ഈ ഒരു ആനിമൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ അതിന് സാഹചര്യം അനുസരിച്ച് അത് നിറം മാറുകയാണ്, അല്ലേ? എങ്ങനെയാണ്? അതിൻ്റെ ബുദ്ധി അതാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഒരു കഴിവാണതോ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുക എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ പലർക്കും സാഹചര്യം അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം, സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പഠിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഒരു മരണ വീട്ടിൽ പോകുന്നു, ഒരു ക്ഷേത്രത്തിൽ പോകുന്നു, അല്ല എങ്കിൽ ചിലപ്പോൾ വേറെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇവിടെയൊക്കെ പോകുമ്പോൾ ഈ 3 അവസരങ്ങളിലും നിങ്ങൾക്ക് ഒരേ വേഷവിധാനം ഇട്ടുകൊണ്ട് പോകാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ ഒരു വെറൈറ്റി ഡ്രസ്സ്, ഓഫീസിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ്, അല്ല എങ്കിൽ ചിലപ്പോൾ മറ്റ് മരണ വീട്ടിൽ പോകുമ്പോഴോ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്നു. അതിനനുസരിച്ചുള്ള മനോബലത്തോടുകൂടി മനോവികാരങ്ങളെ നിങ്ങൾ മാറ്റി എടുക്കാൻ ശ്രമിക്കുന്നു, അല്ലേ? ആ 3 അവസരങ്ങളിൽ നിങ്ങൾക്ക് 3 തരത്തിലുള്ള മനോവിചാരങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ സാഹചര്യത്തിന് അനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കൂ, അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള എനർജി. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ രണ്ടാമത്തെ പേര് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇതൊക്കെയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.